AC Learning, powered by Elegant Central Education and Research Center. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗ്രീൻ എർത്ത് അഥവാ ഹരിതഭൂമി എന്ന പാഠഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെടിയുടെ ചിത്രം വരച്ച് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ പാർട്സ് ഒക്കെ അടയാളപ്പെടുത്തി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തോ? ഒന്ന് കാണിച്ച ടീച്ചർക്ക്? നന്നായിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് നോക്കാം. എല്ലാവരും പഠിച്ചു വന്നിട്ടില്ലേ? ഏതൊക്കെയാണ് പ്ലാന്റിന്റെ പാർട്സ്? നമുക്ക് നോക്കാം. ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, സ്റ്റെം ആൻഡ് റൂട്ട്. ഏതൊക്കെയാണ്? ഇല, പൂവ്, കായ, കാണ്ഡം അഥവാ തണ്ട്, പിന്നെ വേര്. അല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നല്ല ചുറുചുറുക്കോടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പ്ലാന്റിന് എത്ര പാർട്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഈ പ്ലാന്റുകളൊക്കെ ഒരുപോലെയാണോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് വ്യത്യാസമുള്ളത്? വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിലുള്ള വ്യത്യാസങ്ങൾ. എല്ലാ പ്ലാന്റ്സും ഒരുപോലെ അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ? ആണോ? അല്ലല്ലോ. എല്ലാ പ്ലാന്റ്സും അതിൻ്റേതായ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് ഒന്ന് നോക്കാം നമുക്ക്. വളരെ ചെറിയ സസ്യങ്ങളുണ്ട്, വളരെ ഉയരത്തിൽ വളരുന്ന സസ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ വലുപ്പത്തിൽ സസ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പോൾ they differ in their size. ഈ ചിത്രം കണ്ടോ നിങ്ങൾ? ഏറ്റവും ചെറിയ പ്ലാന്റും ഉണ്ട്, അതുപോലെ വലിയ ട്രീ പോലത്തെ വലിയ പ്ലാന്റും ഉണ്ട്. അപ്പോൾ അവരുടെ സൈസിന് വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ സൈസിനനുസരിച്ചും പ്ലാന്റുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഇല്ലേ? നെക്സ്റ്റ് എന്ത് ഡിഫറൻസ് ആണ് അവരിൽ കാണാൻ പറ്റുന്നത് സസ്യങ്ങളിൽ? എല്ലാ സസ്യങ്ങൾക്കും തണ്ട് ഒരുപോലെയാണ്. അവരുടെ സ്റ്റെം എങ്ങനെയാണ് ഇരിക്കുന്നത്? അവരുടെ സ്റ്റെമ്മിനും വ്യത്യാസം ഉണ്ടല്ലേ? വണ്ണം കുറഞ്ഞ തണ്ടുകളുള്ള സസ്യങ്ങളും ഉണ്ട്, വണ്ണം കൂടിയ തണ്ടുകളുള്ള സസ്യങ്ങളും ഉണ്ടല്ലേ? അപ്പോൾ the plants have thin stem and the plants have thick stem. അതായത് കട്ടിയുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള സ്റ്റെം ഉള്ളതും ഉണ്ട്, വളരെ കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ സ്റ്റെമ്മായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ എന്തിലാണ് അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവരുടെ സ്റ്റെമ്മിൽ അല്ലേ? ഡിഫർ ഇൻ സ്റ്റെം. പ്ലാന്റ്സിൻ്റെ രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ആണ് എന്ത്? അവരുടെ സ്റ്റെമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? ഈ ചിത്രം ഒന്ന് നോക്കൂ. ഒരെണ്ണം റോസ് പ്ലാന്റിൻ്റെ ചിത്രമാണ്, ഒരെണ്ണം തെങ്ങിൻ്റെയാണ്. അപ്പോൾ രണ്ടിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? ഒരെണ്ണം തിന്നാണ്, ഒരെണ്ണം വെരി ഹാർഡ് ആൻഡ് തിക്കാണ് അല്ലേ? അപ്പോൾ അവരുടെ സ്റ്റെമ്മിൽ വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് ഇനി അടുത്ത ഒരു വ്യത്യാസം എന്താണ് സസ്യങ്ങളുടെ? ചില ചെടികൾ കുറച്ചു കാലം മാത്രമാണ് നിലനിൽക്കുള്ളൂ, എന്നാൽ ചില സസ്യങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ കാലം നിലനിൽക്കും. അതായത് some plants are short lived
ബട്ട് സം പ്ലാന്റ്സ് ആർ ലോങ് ലിവ്ഡ്. ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, ലോങ് ലിവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അവരെന്തിലാണ് അവരിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവരുടെ ലൈഫ് സ്പാനിൽ അല്ലേ, ഡിഫർ ഇൻ ദ ലൈഫ് സ്പാൻ. അതായത് അവരുടെ നിലനിൽപ്പ് എത്ര കാലമാണ്. ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, ലോങ് ലിവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അവരുടെ ഡിഫർ ഇൻ ദ ലൈഫ് സ്പാൻ. ഓക്കെ, ഇനി എന്ത് വ്യത്യാസമാണ് പ്ലാന്റ്സിലുള്ളത്? നമുക്കൊന്ന് അടുത്തൊരു പോയിന്റ് നോക്കാം. ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീവ്സ് വ്യത്യാസമുണ്ട് അല്ലേ. എല്ലാ പ്ലാന്റ്സിൻ്റെയും, ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെ ലീവ്സ് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പം തെങ്ങിൻ്റെ ലീവ്സും അതുപോലെ പ്ലാവിൻ്റെ ഒക്കെ ലീവ്സ്, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ലീവ്സ് അല്ല കോക്കനട്ട് ട്രീയുടെ ലീവ്സൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ. എല്ലാം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഡിഫർ ഇൻ ദ ലീവ്സ്, ഇലകളുടെ വ്യത്യാസം അതിലുണ്ട് സസ്യങ്ങൾക്ക് അല്ലേ. പിന്നെ എന്താ, ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് അല്ലേ, ഡിഫർ ഇൻ ദ അവരുടെ ഫ്ലവേഴ്സിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ലീവ്സ്, ഫ്ലവേഴ്സ്, അവരുടെ സ്റ്റെമ്മ്, പിന്നെ അവരുടെ ലൈഫ് സ്പാന്, ഇതൊക്കെ ഓരോ സസ്യത്തിനും വ്യത്യാസമാണല്ലേ. അപ്പം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാലോ, വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങൾ എന്തിലൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഡിഫർ ഇൻ ദ സൈസ്, ഡിഫർ ഇൻ ദ സ്റ്റെം, ഡിഫർ ഇൻ ദ ലൈഫ് സ്പാൻ ആൻഡ് ഡിഫറൻസ് ഇൻ ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് ടെക്സ്റ്റിൽ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ നോട്ട് പുസ്തകത്തിലും എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. നമുക്കൊരു അടുത്ത ഭാഗത്തേക്ക് പോകാം. ടീച്ചർ ഇവിടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ ആദ്യം എഴുതുക. പിന്നെ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് പാഡി, അതായത് നെൽച്ചെടി. നെൽച്ചെടിയുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? അതിൻ്റെ സ്റ്റെമ്മിന് വ്യത്യാസമുണ്ട് അല്ലേ. അതുപോലെ കുറച്ച് നാളത്തേക്കാണ് അതിൻ്റെ നെല്ല് കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. അപ്പോൾ ഷോർട്ട് ലീവ്ഡ് ആണല്ലേ അത്. അതിൻ്റെ ലീവ്സിന് വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഹിബിസ്കസ് അല്ലേ, ചെമ്പരത്തി. ഇതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിന് വ്യത്യാസമുണ്ട്, ഫ്ലവേഴ്സ് വ്യത്യാസമുണ്ട്, ലീവ്സ് വ്യത്യാസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റോസ് പ്ലാന്റ്. ഇതേപോലെ തന്നെ അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് കോക്കനട്ട് ട്രീ, ബനിയൻ ട്രീ, ടച്ച് മീ നോട്ട് പ്ലാന്റ്. ടച്ച് മീ നോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് ചുങ്ങിപ്പോയില്ലേ അതിൻ്റെ ഇല. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും ഓരോരോ വ്യത്യാസങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് ഇക്സോറ. നെക്സ്റ്റ് വരുന്നതാണ് മാംഗോ ട്രീ, ദെൻ സ്പിനച്ച്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരൊക്കെ കണ്ടില്ലേ, ആ പ്ലാന്റ്സിനൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അവരുടെ സ്റ്റെം എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് സോഫ്റ്റ് ആണോ, ഹാർഡാണോ, വെരി ഹാർഡാണോ, അതുപോലെ സൈസ് എന്താണ്, സ്മോൾ ആണോ, ബിഗ് ആണോ, വെരി ബിഗ് ആണോ, പിന്നെ ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, അത് എത്ര നാളത് നിലനിൽക്കും, മന്ത്സ് ആണോ, ഇയേഴ്സ് ആണോ, മെനി ഇയേഴ്സ് ആണോ, അത് വർഷങ്ങളാണോ, അതോ മാസങ്ങൾ മാത്രമാണോ അതിന് നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും എന്ത് ചെയ്താൽ നമ്മൾ ഈ ടേബിളൊക്കെ വരച്ച് ടിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്നുള്ള ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ അതിൽ നമുക്ക് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചർ ഒന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടേബിളാണിത്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരുവിധം എല്ലാ പ്ലാന്റ്സും ഉണ്ട്. സ്പിനച്ച് ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, പാഡി ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്, ഇക്സോറ ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, റോസ് ഉണ്ട്, ടച്ച് മീ നോട്ട് ഉണ്ട്, മഷിത്തണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റർ ഗാർഡ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ പരിസരത്തും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന ചെടികളാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റെമ്മ് നോക്കാം, സൈസ് എത്ര ഉണ്ടെന്ന് നോക്കാം, അതുപോലെ തന്നെ എത്ര നാളത് നിലനിൽക്കും. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകളോട്, പാരൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര നാളത് നിൽക്കും
എത്ര നാളാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്, ഷോർട്ട് ലീവ്ഡ് ആണോ ലോങ് ലീവ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് അതിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ഇതുപോലെ ടിക്ക് ചെയ്ത് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ടിക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് ഈ ടേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ് ടേബിൾ? എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ ടേബിൾ ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? The plants around us have differences in their size, stem and lifespan. അതായത് നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങൾക്ക് വലിപ്പം, അതിൻ്റെ തണ്ട്, നിലനിൽക്കുന്ന കാലം എന്നിവയിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ ആ ടേബിളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. ഓരോ സസ്യത്തിനും അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സിനും അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ സ്റ്റെമ്മിലും അതിൻ്റെ ലൈഫ് സ്പാനിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? നെക്സ്റ്റ് പോയിന്റ് ആണ്, സം പ്ലാന്റ്സ് ഹാവ് സോഫ്റ്റ് സ്റ്റെം ആൻഡ് സം പ്ലാന്റ്സ് ഹാവ് ഹാർഡ് സ്റ്റെം, ബട്ട് സം പ്ലാന്റ്സ് ഹാവ് വെരി ഹാർഡ് സ്റ്റെം. അല്ലേ? ചില സസ്യങ്ങളുടെ തണ്ട് വളരെ മൃദുവായതായിരിക്കും, ചില സസ്യങ്ങളുടെ തണ്ട് കാഠിന്യമുള്ളതായിരിക്കും. എന്നാൽ ചില സസ്യങ്ങളുടെ തണ്ട് വളരെയധികം കാഠിന്യമുള്ളതായിരിക്കും അല്ലേ? ഇപ്പോൾ തെങ്ങിൻ്റെയും അതുപോലെ തന്നെ മഷിത്തണ്ടിൻ്റെ ഒക്കെ നോക്കി നോക്കൂ. മഷിത്തണ്ടിൻ്റെ വളരെ ഡെലിക്കേറ്റ് സ്റ്റെമ്മാണ് അല്ലേ? എന്നാൽ തെങ്ങിൻ്റെ അല്ലെങ്കിൽ കോക്കനട്ട് ട്രീയുടെ ഒന്ന് നോക്കി നോക്കൂ, എന്തൊരു ഹാർഡ് സ്റ്റെമ്മാണല്ലേ അതിൻ്റെ. പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ്, സം പ്ലാന്റ്സ് വിൽ ലീവ് ഫോർ മന്ത്സ് ഓൺലി. അല്ലേ? ചില പ്ലാന്റ്സ് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നിൽക്കുന്നത് അല്ലേ? സം ഓഫ് ദം ലീവ് ഫോർ ഇയേഴ്സ്. ചിലത് കുറച്ച് വർഷങ്ങളെങ്കിലും നിൽക്കും അല്ലേ? ദർ ആർ സം പ്ലാന്റ്സ് വിൽ ലീവ് ഫോർ മെനി ഇയേഴ്സ്. കുറേ വർഷങ്ങൾ നിലനിൽക്കുന്ന പ്ലാന്റ്സും ഉണ്ട് അല്ലേ? പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് സ്റ്റെം ആൻഡ് സ്മോൾ സൈസ് വിൽ ലീവ് ഫോർ ഫ്യൂ മന്ത്സ് ഓൺലി. അതായത് പ്ലാന്റ്സിൻ്റെ മൃദുവായ തണ്ടുകളും അതുപോലെ വലിപ്പം കുറഞ്ഞതുമായ സസ്യങ്ങൾ വളരെ കുറച്ച് കാലം മാത്രമാണ് നിലനിൽക്കുന്നത് അല്ലേ? അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ മഷിത്തണ്ട് തന്നെ എടുത്തോളൂ. അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? വളരെ ഡെലിക്കേറ്റ് സ്റ്റെമ്മാണ് അല്ലേ? സോഫ്റ്റ് സ്റ്റെമ്മാണ്. അതിൻ്റെ വലിപ്പം എന്താണ്? വളരെ ചെറിയ വലിപ്പമാണ് അല്ലേ? വളരെ സ്മോളാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ എന്തായിരിക്കും? കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കുക അല്ലേ? ഇനി നെക്സ്റ്റ് പോയിൻ്റാണ്, പ്ലാന്റ്സ് വിത്ത് ഹാർഡ് സ്റ്റെം ആൻഡ് ലാർജർ സൈസ് വിൽ ലീവ് ഫോർ മെനി ഇയേഴ്സ്. അതായത് വളരെ കാഠിന്യമുള്ള തണ്ടുകളും വലിപ്പമുള്ള സസ്യങ്ങളും ദീർഘകാലം നിലനിൽക്കുന്നവയാണ് ഇല്ലേ? നമുക്ക് കോക്കനട്ട് ട്രീ എടുത്ത് നോക്കാം. കോക്കനട്ട് ട്രീയുടെ പ്രത്യേകത എന്താ? അതിൻ്റെ കാഠിന്യമുള്ള സ്റ്റെമ്മാണല്ലേ? വളരെ വലിയ സൈസാണ് അതിന്. അപ്പോൾ കുറേ വർഷങ്ങൾ തെങ്ങ് നിലനിൽക്കും അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം. പ്ലാന്റ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടേബിളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് പോകാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്ലാന്റ്സിൻ്റെയും അവയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവരെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാറ്റഗറി ബേസിസിൽ നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് സ്പിനച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചീരയുടെ ആ ചെടിയൊന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. ചീര, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്റ്റെം ഈസ് വെരി സോഫ്റ്റ്, നോ ഡീപ്പ് റൂട്ടഡ്. അതായത് സ്റ്റെമ്മ് വളരെ മൃദുവായതാണ് അല്ലേ? സ്റ്റെമ്മ് വളരെ മൃദുവായതാണ്. അതുപോലെ ആഴത്തിൽ വേരോട്ടം ഉണ്ടാവില്ല എന്ന്, നോ ഡീപ്പ് റൂട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഷോർട്ട് ലീവ്ഡ് ആണല്ലേ? വളരെ കുറച്ച് കാലം മാത്രമാണ് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ബിലോങ്സ് ടു സ്മോൾ പ്ലാന്റ്സ്. അതായത് ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് എന്ത്? ചീര അല്ലെങ്കിൽ സ്പിനച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സസ്യം.
അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഹെർബ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ഹെർബ്സ്. ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധികൾ എന്നാണ് പറയുക. എന്താണ്? ഔഷധികൾ അഥവാ ഹെർബ്സ്. അപ്പോൾ ഹെർബ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റെം ഈസ് സോഫ്റ്റ്, നോ ഡീപ്പ് റൂട്ട്, ഷോർട്ട് ലീവ്ഡ്, ബിലോങ്സ് ടു സ്മോൾ പ്ലാന്റ്സ്. അതായത് അതിൻ്റെ തണ്ട് വളരെ മൃദുവാണ്, ആഴത്തിൽ വേരോട്ടം ഉണ്ടാവില്ല, കുറച്ചു കാലം മാത്രമാണ് നിലനിൽക്കുന്നത്, അതുപോലെ ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നവയാണ്. അപ്പോൾ തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടമില്ല, കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നു, പിന്നെ ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഇതാണ് ഹെർബ്സിൻ്റെ പ്രത്യേകത. ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധികൾ. അപ്പോൾ ഇനി ഹെർബ്സിൻ്റെ കുറിച്ചൊന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കി നോക്കാം. ഹെർബ്സ് ആർ പ്ലാന്റ്സ് വിത്ത് എ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെം. ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്, ഭയങ്കര മൃദുവായതാണ്. അതുപോലെ തന്നെ എന്താണ്? വളരെ ഡെലിക്കേറ്റ് ആണ്, വളരെ നേർത്തതാണെന്നാണ് പറയുന്നത്. വളരെ നേർത്തതും ദുർബലവുമാണ് അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത്. അത്തരം സസ്യങ്ങളാണ് ആര്? ഹെർബ്സ് എന്ന് പറയുന്നത്, അതായത് ഔഷധികൾ എന്ന് പറയുന്നത്. ദേ ആർ വെരി സ്മോൾ പ്ലാന്റ്സ്. വളരെ ചെറിയ സസ്യങ്ങളാണ് ആര്? ഹെർബ്സ് അഥവാ ഔഷധികൾ എന്ന് പറഞ്ഞിട്ടുള്ള സസ്യങ്ങൾ. സം ഓഫ് ഹെർബ്സ് ഹാവ് ഫ്ലഷി സ്റ്റെം. അതായത് ചില ഔഷധികൾക്ക് അല്ലെങ്കിൽ ചില ഹെർബ്സിൻ്റെ തണ്ട് വളരെ മാംസളമായിരിക്കണം, ഫ്ലഷി സ്റ്റെം ആയിരിക്കും. അത് കുറച്ചു കാലം ആയുസ്സുള്ള സസ്യങ്ങളാണ് ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് അതെന്താണ്? ഹെർബ്സ് വിഭാഗത്തിൽപ്പെടുന്ന മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സും ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള, ഷോർട്ട് ലൈഫ് സ്പാനുള്ള ഷോർട്ട് ലൈഫ് സ്പാനുള്ള പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ, മോസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ഗ്രാസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹെർബ്സ്. ഹെർബ്സിൻ്റെ ഉദാഹരണങ്ങളാണ് മോസ്റ്റ് ഓഫ് ദി എക്സാമ്പിൾ വരുന്നത് എന്താണ്? പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ അല്ലേ? എക്സാമ്പിൾ ഏതൊക്കെയാണ്? തുമ്പ, അതുപോലെ സ്പിനച്ച്, മഷിത്തണ്ട്, അതുപോലെ പാഡി, വീറ്റ് തുടങ്ങിയ സസ്യങ്ങളാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെമ്മായിരിക്കും. പിന്നെ എന്താണ്? വളരെ ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ളതായിരിക്കും. പിന്നെ നോ ഡീപ്പ് റൂട്ടാണ്, ആഴത്തിൽ വേരോട്ടം ഉണ്ടാവില്ല. വളരെ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമാണ് വേരുള്ളൂ. നമുക്ക് പെട്ടെന്ന് അത് പറിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് നല്ല ബലത്തിൽ പറിച്ചു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേരോട് കൂടി ഇങ്ങോട്ട് പോരും. അത്രയും നോ ഡീപ്പ് റൂട്ടഡ് ആണെന്ന്, ആഴത്തിൽ വേരോട്ടം ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? തുമ്പ, സ്പിനച്ച്, മഷിത്തണ്ട്, അതുപോലെ തന്നെ വീറ്റ്, പാഡി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. എക്സാമിന് എന്തായാലും വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് കാറ്റഗറിയാണ്, അതായത് മാംഗോ ട്രീ. ഈ മാംഗോ ട്രീയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മാംഗോ ട്രീയുടെ? അത് ദേ ആർ ഗ്രോ വെരി ടോൾ. എന്താണ്? ദേ ആർ ഗ്രോ വെരി ടോൾ, അതായത് വളരെ ഉയരത്തിൽ വളരുന്നവയാണ് അല്ലേ? വളരെ ഉയരത്തിൽ വളരുന്നവയാണ്. ഹാവ് വെരി ഹാർഡ് സ്റ്റെം. എന്താണ്? വളരെ കാഠിന്യമുള്ള തണ്ടുകളാണല്ലേ ഇവയുടെ പ്രത്യേകത. നെക്സ്റ്റ് എന്താണ്? ഡീപ്പ് റൂട്ടഡ് ആണല്ലേ, ആഴത്തിൽ വേരോട്ടമുള്ളവയാണ്. മാവൊക്കെ നമുക്കൊരു കൈ കൊണ്ട് നല്ല വലിയ മാവ് നമ്മളൊരു കൈ കൊണ്ടൊക്കെ പറിച്ചാൽ കിട്ടുമോ? അപ്പോൾ ആഴത്തിൽ വേരോട്ടം, നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടിയ നല്ല ആഴത്തിൽ വേരോട്ടമുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഏത്? മാവ് എന്ന് പറയുന്നത്, അതായത് മാംഗോ ട്രീ. നെക്സ്റ്റ് ആണ് ഹാവ് ലോങ് ലൈഫ് സ്പാൻ. അതായത് എന്താണ്? ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സസ്യമാണ് ഇത് മാംഗോ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സസ്യങ്ങളെ, ഇതുപോലുള്ള സസ്യങ്ങളെ അല്ലെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ് എന്നാണ് പറയുക. എന്താ ട്രീസ്? മാംഗോ ട്രീ നമ്മൾ പറയില്ലേ, കോക്കനട്ട് ട്രീ എന്ന് പറയില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ട്രീസ് എന്ന് പറയുന്നത്, മരങ്ങൾ അല്ലേ. ഇത്തരത്തിലുള്ള
പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ട്രീസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന അടുത്തൊരു കാറ്റഗറിയാണ് എന്ത്, നമ്മൾ ഈ ഒരു ചിത്രം നോക്കൂ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ചെമ്പരത്തി അഥവാ ഹിബിസ്കസിൻ്റെ ഒരു ചിത്രമാണ് അല്ലേ. ഈ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് നിങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? വളരെ ഹാർഡ് സ്റ്റെമ്മാണ് അല്ലേ. ചെമ്പരത്തിയുടെ സ്റ്റെം എങ്ങനെയാണ്? വളരെ കട്ടിയുള്ള സ്റ്റെമ്മാണ് അല്ലേ. ഇത് മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് അല്ലേ. വളരെ ഉയരത്തിൽ വളരുന്ന പ്ലാന്റ്സ് ഒന്നുമല്ല, വളരെ ചെറുതുമല്ല, ഒരു മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇത് ഷോർട്ട് പ്ലാന്റ്സ് ആണ്. മീഡിയം സൈസ്ഡ് പ്ലാന്റ്സും ആണ്, അതുപോലെ ഷോർട്ട് പ്ലാന്റ്സ് ആണ്. അതായത് ഇടത്തരം വലിപ്പമുള്ളൊരു സസ്യമാണ്, അതുപോലെ വളരെ ഉയരത്തിൽ വളരുന്നവയുമല്ല, അതാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഹാവ് ലോങ് ലൈഫ് സ്പാൻ. അപ്പോൾ ഇത് ദീർഘകാലം ജീവിക്കുന്നവയാണ്. അപ്പോൾ ഈ ചെടി എങ്ങനെയാണ്? ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ നമ്മൾ? ചെറിയ സസ്യമാണ്, വളരെ വലിപ്പം കുറവാണ്, അതുപോലെ വളരെ ഉയരത്തിലൊന്നും പോവില്ല, കട്ടിയുള്ള തണ്ടുകളാണ്. അതാണ് പ്രത്യേകത, കട്ടിയുള്ള തണ്ടുകളുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ദീർഘകാലം നിലനിൽക്കുന്നവയാണ്, ദീർഘകാലം ജീവിക്കുന്നവയാണ്, ഹാവ് ലോങ് ലൈഫ് സ്പാൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. അതായത് കുറ്റിച്ചെടികൾ എന്ന് പറയും. എന്താണ്? കുറ്റിച്ചെടികൾ. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. അപ്പോൾ നമ്മൾ 3 കാറ്റഗറിയാണ് പഠിച്ചത്. ഏതൊക്കെയാണ് പഠിച്ചത്? ഹെർബ്സ് പഠിച്ചു, അഥവാ ഔഷധികൾ, മരങ്ങൾ ട്രീസ്, അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഏത്? കുറ്റിച്ചെടികൾ അഥവാ ഷ്രബ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. അപ്പോൾ ഇതിൻ്റെ ഒക്കെ 3 ഫീച്ചേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഹെർബ്സ്. ഹെർബ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിൻ്റെ സ്റ്റെം ഈസ് സോഫ്റ്റ്, നോ ഡീപ്പ് റൂട്ട്, ഷോർട്ട് ലീവ്ഡ്, ബിലോങ്സ് ടു സ്മോൾ പ്ലാന്റ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദേ ഗ്രോ വെരി ടോൾ, ഹാവ് വെരി ഹാർഡ് സ്റ്റെം, ഡീപ്പ് റൂട്ടഡ്, ഹാവ് ലോങ് ലൈഫ് സ്പാൻ. ഒരു ട്രീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ മനസ്സിൽ ട്രീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ അതിൻ്റെ നമുക്ക് കാണുന്ന കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ഒന്ന് മനസ്സിൽ വെച്ച് നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഷ്രബ്സ് അഥവാ കുറ്റിച്ചെടികൾ. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹാർഡ് സ്റ്റെമ്മാണ്, മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്, ഷോർട്ട് പ്ലാന്റ്സ് ആണ്, ഹാവ് ലോങ് ലൈഫ് സ്പാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിന് പറയുന്നതാണ് ഷ്രബ്സ് എന്ന് പറയുന്നത് അഥവാ കുറ്റിച്ചെടികൾ. അപ്പോൾ ഈ 3 കാറ്റഗറീസ് നന്നായിട്ട് പഠിച്ച് വെക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇനി ഈ ഹെർബ്സിനെയും അതുപോലെ ഷ്രബ്, ട്രീസ്, ഇതിനൊക്കെ പറ്റിയൊരു ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. കാരണം ഇത് എക്സാമിന് ചോദിക്കാം. ഇങ്ങനത്തെ കുറച്ച് ഇത് വന്നിട്ട് എന്താ പറയുക, കുറച്ച് ഹെർബ്സിൻ്റെ, ഷ്രബ്സിൻ്റെ, ട്രീസിൻ്റെ ഒക്കെ പേരുകൾ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അത് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറയും. അല്ലെങ്കിൽ ഓട് 1 ഔട്ട് വരും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടെ. അപ്പോൾ ഹെർബിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്പിനച്ച് ഉണ്ട്, പാഡി ഉണ്ട്, തുമ്പയുണ്ട്, മുക്കുറ്റി ഉണ്ട്, മഷിത്തണ്ടുണ്ട്, പ്ലാന്റെയിൻ ഉണ്ട്, വീറ്റ് ഉണ്ട്. ഹെർബ്സ്. ഷ്രബ് കുറ്റിച്ചെടികൾക്കുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ഇക്സോറ, റോസ്, കോഫി പ്ലാന്റ്, ടീ പ്ലാന്റ്, തുളസി, കൃഷ്ണകിരീടം. നെക്സ്റ്റ് ട്രീസിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ടമറിൻ ട്രീ, ബനിയൻ ട്രീ, ടീക്ക്, കാഞ്ഞിരം, ഞാവൽ. അപ്പം ഇതുപോലുള്ള ഇനിയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കിട്ടും. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം എക്സാമ്പിളുകൾ കിട്ടും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം, കേട്ടില്ലേ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ചിത്രം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളോട് ഏതൊക്കെയാണ് ഷ്രബ്, ഏതൊക്കെയാണ് ഹെർബ്സ്, ഏതൊക്കെയാണ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ നമ്മൾ യോജിപ്പിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ചെയ്താലോ? അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇതിൽ കോക്കനട്ട് ട്രീ ഉണ്ട്, പാഡി ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, ഇക്സോറ ഉണ്ട്, അതുപോലെ മുക്കുറ്റി ഉണ്ട്, പിന്നെ സ്പിനച്ച് ഉണ്ട്, പിന്നെ റോസ് പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഹെർബാണോ, ഷ്രബാണോ, അതോ ട്രീസ് ആണോ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഷ്രബ്സിൽ വരുന്നതാണ് ഏതൊക്കെ? റോസ് പ്ലാന്റും അതുപോലെ ഇക്സോറ അല്ലേ. ഹെർബിൽ വരുന്ന ഏതൊക്കെയാണ്? പാഡി ഉണ്ട്, സ്പിനച്ച് ഉണ്ട്, മുക്കുറ്റി ഉണ്ട് അല്ലേ. ഇനി
ട്രീയിൽ വരുന്ന ഏതാണ്? കോക്കനട്ട് ട്രീ ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആണ്. പ്ലാന്റ്സിൻ്റെ വിഭാഗത്തിൽപ്പെട്ട വേറൊരു കാറ്റഗറിയാണ് നമ്മൾ നോക്കുന്നത്. വൈൻ പ്ലാന്റ്സ് എന്ന് പറയും. വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഈ വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്കറിയോ, കേട്ടിട്ടുണ്ടോ വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട്? ഉണ്ടോ? അതായത് വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിച്ചെടികൾ എന്നാണ് അർത്ഥം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വള്ളിച്ചെടികൾ, അതായത് സസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ഉള്ള കുറച്ച് പ്രത്യേകതകളുള്ള സസ്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് നിലത്ത് വള്ളിയായി പടർന്നു പോകുന്ന ചില സസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സസ്യങ്ങൾ നമുക്കറിയാം? പംകിനുണ്ട്, പിന്നെ പാവലുണ്ട്, പിന്നെ പടവലമുണ്ട് ഇല്ലേ? അതുപോലെ വള്ളിയായിട്ട് പടരുന്ന കുറേ സസ്യങ്ങൾ, മുന്തിരിയുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് എന്ത്? വള്ളിച്ചെടികൾ അഥവാ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫീച്ചറാണ് സ്പ്രെഡിങ് ലൈക്ക് ക്രീപ്പർ. അതായത് വള്ളികളായി പടരുന്നതാണ് എന്ത്? വള്ളിച്ചെടികൾ അഥവാ വൈൻ പ്ലാന്റ്സ് അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. അതായത് തനിയെ നിവർന്ന് നിൽക്കാൻ കഴിയില്ല. ഒരു ചെടിയുടെ പോലെ നിവർന്ന് നിന്നിട്ടല്ല അത് വളർന്നു പോണതല്ല, അത് വള്ളിയായിട്ട് പടരുന്ന ചെടികളാണ്. തനിയെ നിവർന്ന് നിൽക്കാൻ കഴിയില്ല, അതായത് കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. നെക്സ്റ്റ് ആണ് ഹാവ് ലോങ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെം. അതായത് നീളമുള്ളതും മെലിഞ്ഞതുമാണ് അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത്. തണ്ടുകൾ വളരെ നീളമുള്ളതും മെലിഞ്ഞതുമാണ്. നെക്സ്റ്റ് വരുന്നതാണ് നോ ഡീപ്പ് റൂട്ട്. ആഴത്തിലോടുന്ന വേരുകളില്ല ഇതിന് ആഴത്തിലോടുന്ന വേരുകളില്ല. നെക്സ്റ്റ് ആണ് സ്പ്രിംഗ് ലൈക്ക് ടെൻഡ്രിൽസ് ആൻഡ് ക്രീപ്പേഴ്സ് ആർ ഹെൽപ്പ് ടു ഗ്രോ എലോങ് ദ ഗ്രൗണ്ട് ഓർ ക്ലൈംബ് ഓൺ ആൻഡ് കോയിൽ റൗണ്ട് എലോങ് എ സപ്പോർട്ട്. അതായത് നിലത്തും ചുമരിലും താങ്ങിലും പടർന്നും പിടിച്ചും ചുറ്റിയും വളരാൻ കഴിയുന്ന സ്പ്രിങ് പോലുള്ള പ്രധാനങ്ങൾ, ടെൻഡ്രിൽസ് ആണ്. സ്പ്രിങ് പോലത്തുള്ള ഒരു ഇത് കണ്ടിട്ടില്ലേ ചെടികളിൽ? ഇത്തരത്തിലുള്ള ചെടികളിൽ സ്പ്രിങ് പോലെ ഇരിക്കുന്നതിനെ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ ടെൻഡ്രിൽസ്, അതായത് പ്രധാനങ്ങളും ഇടവള്ളികളും സഹായിക്കുന്ന അപ്പോൾ അതിന് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്, പടർന്ന് പിടിക്കാനും ചുമരിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ടെൻഡ്രിൽസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് എന്ത്? വള്ളിച്ചെടികൾ അഥവാ വൈൻ പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ട് എന്തിൻ്റെയാണ്? പംകിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? പംകിൻ ഒരു വൈൻ പ്ലാന്റ് ആണ്. ഇനി ഈ വൈൻ പ്ലാന്റ് തന്നെ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? ഗ്രോ, സ്പ്രെഡ് ആൻഡ് ഗ്രോ എലോങ് ദ ഗ്രൗണ്ട്. അതായത് നിലത്ത് പടർന്ന് വളരുന്നവയുണ്ട്. നിലത്ത് പടർന്ന് വളരുന്നത് ഒക്കെ ഉള്ളതെയാണ് എന്ത് പറയുന്നത്? മത്തങ്ങ പോലുള്ള ചെടികൾ, മത്തങ്ങ പോലുള്ള പ്ലാന്റ്സ്, വൈൻ പ്ലാന്റ്സ് നിലത്താണ് വളരുന്നത് അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിങ് എലോങ് എ സപ്പോർട്ട്. അതായത് മറ്റു മരങ്ങളിൽ മതിലുകളിലൊക്കെ പറ്റി പിടിച്ചോ പടർന്നൊക്കെ മുകളിലേക്ക് വളരുന്നവയുണ്ട്. താങ്ങിൽ പറ്റി പിടിച്ചിട്ടോ പടർന്നോട്ടൊക്കെ മുകളിലേക്ക് വളരുന്നവയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് പാവല്, ബിറ്റർ ഗാർഡ്. അതിൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മുകളിലേക്ക് വളരുന്നവയാണ്. മുകളിലേക്ക് എന്തിലെങ്കിലൊക്കെ പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ താങ്ങിലൊക്കെ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് പടർന്നു കയറുന്നതാണ് ഇത്തരത്തിലുള്ള സസ്യങ്ങൾ. അതുപോലെ ഇത് പാവല് പോലത്തുള്ള സസ്യങ്ങൾ, മത്തങ്ങ പോലുള്ള അല്ലെങ്കിൽ പംകിൻ പോലുള്ള സസ്യങ്ങൾ, വള്ളിച്ചെടികൾ എങ്ങനെയാണെന്ന്? നിലത്ത് പടരുന്നവയാണല്ലേ? നിലത്ത് പടർന്നിട്ട് ഗ്രൗണ്ടിൽ വളരുന്നവയാണ് അല്ലേ? ദോസ് പ്ലാന്റ്സ് ഗ്രോ, സ്പ്രെഡ് ആൻഡ് ഗ്രോ എലോങ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ വളരുന്നവയാണ് എന്ത്? മത്തൻ പോലുള്ള അല്ലെങ്കിൽ പംകിൻ പോലുള്ള പ്ലാന്റ്സ്. ചിലത് എങ്ങനെയാണ്? ഹോൾഡിങ്
ഓൺ ടു ആൻഡ് സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട് ഗ്രോ അപ്വേർഡ്സ് മുകളിലേക്ക് വളർന്ന് പിടിച്ച് താങ്ങുമ്പം പിടിച്ച് കയറി മുകളിലേക്ക് പടരുന്നവയാണ് എന്ത് ചില വൈൻ പ്ലാന്റ്സ്. അപ്പോൾ 2 തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കോ കേട്ടോ. ഇനി ടീച്ചർ ഇവിടെ കുറച്ച് വൈൻ പ്ലാന്റ്സിൻ്റെ നോട്ട്, ഇവിടെ കുറച്ച് വൈൻ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള വൈൻ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ടപ്പുറത്തൊരു പട്ടിക കൊടുത്തിട്ടില്ലേ, വൈൻ പ്ലാന്റ്സ് ഐ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ, ആ ടേബിളിലേക്ക് നിങ്ങൾ എടുത്തെഴുതാം, ഒരു ചെറിയൊരു വർക്ക്. അപ്പം നിങ്ങൾ ഇതിൽ നിന്നെടുത്തിട്ട് അതിലേക്ക് എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്കറിയാവുന്ന വൈൻ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതിക്കോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ടീച്ചർ തന്നിട്ടുള്ളൊരു കുറച്ച് എക്സാമ്പിൾസാണ്. അതിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രം എടുത്തെഴുതാം. ഏതൊക്കെയുണ്ട് അതിൽ? ഗ്രേപ്പ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ഐവി ഗാർഡ് ഉണ്ട്, ലൊറാന്തസ് ഉണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്, പെപ്പർ ഉണ്ട്, സ്നേക്ക് ഗാർഡ് ഉണ്ട്, ആഷ് ഗാർഡ് ഉണ്ട്, ആസ്പരാഗസ് ഉണ്ട്, ബെറ്റൽ ഉണ്ട്, അതുപോലെ വാട്ടർമെലൺ ഉണ്ട്. ഇതിലേതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഏതൊക്കെ ചെടികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊരു ചെറിയൊരു വർക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് എന്ത്? വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ജലസസ്യങ്ങൾ നമുക്കറിയാവും അല്ലേ, ഏതൊക്കെയാണ് ജലസസ്യങ്ങളുള്ളത്, ഏതൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സ്? ലോട്ടസ് ഉണ്ട്, പിന്നെ ആമ്പലുണ്ട്, അങ്ങനെ ഒട്ടനവധി ജലസസ്യങ്ങളെ നമുക്കറിയാവുന്നതുണ്ട് ഇല്ലേ. ഈ ജലസസ്യങ്ങളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്? നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കേ. എന്തിൻ്റെ ചിത്രമാണിത്? എന്തിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്? നമ്മൾ ലോട്ടസ് അല്ലേ, അതായത് താമരച്ചെടിയുടെ ഒരു വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ, എന്തൊക്കെയാണ് അതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഇലകൾ നോക്കണം, അതുപോലെ അതിൻ്റെ വെള്ളത്തിൽ കിടക്കുന്നത്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് കാര്യങ്ങൾ ഒക്കെ നോക്കുക. നമ്മളതൊക്കെയാണല്ലോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കിനി ഫീച്ചേഴ്സ് നോക്കാം. വാട്ടർ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സാണ് കേട്ടോ നോക്കുന്നത്. ദ പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ, ഡു നോട്ട് റൂട്ട്. അതായത് ഇവ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് അല്ലേ, അവ അഴുകുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു ചെടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് അഴുകിപ്പോകും അല്ലേ, അത് നാശമായി പോകും അല്ലേ. എന്നാൽ വാട്ടർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താ? ദ പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ, അവർ വെള്ളത്തിലാണ് വളരുന്നത്. ഡു നോട്ട് റോട്ട്, അവർ അഴുകുന്നില്ലെന്ന്, നാശമായി പോകുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ്. നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടുണ്ടാവും, താമരച്ചെടിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇലകളും പൂക്കളും പൊങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. അവർ താഴ്ന്ന് പോകുന്നില്ല. അവരെന്താ, ജലത്തിൻ്റെ മുകൾ ഭാഗത്ത് സർഫസ് ഓഫ് ദി വാട്ടറിൽ എന്താണ്, അവർ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടല്ലേ. ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഇലോങ്ങേറ്റഡ് സ്റ്റെമ്മാണല്ലേ. നോക്കി ഇതിൽ വളരെ നീളത്തിലുള്ള തണ്ടുകളുണ്ടല്ലേ, തണ്ടുകൾക്ക് നല്ല നീളമുണ്ട് അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് ലീവ്സ് ഹാവ് വാക്സി കോട്ടിങ്, സോ വാട്ടർ ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദ ലീവ്സ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇലയൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇലയുടെ പ്രത്യേകത, ഇലയിൽ വെള്ളം ടച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇലകളിൽ അതിൽ വെള്ളം പറ്റി പിടിക്കുന്നില്ല. നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ ഇലകൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം പിടിക്കത്തില്ല. അപ്പോൾ എന്താണ്, ഈ ജലസസ്യങ്ങൾ അഥവാ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ ഒരു മെഴുക് പോലുള്ള ഒരു വാക്സി ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് ഉള്ളത് കൊണ്ട് അവരുടെ ഇലകളിൽ, ലീവ്സിൽ വെള്ളം പറ്റി പിടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ, ഡു നോട്ട് റോട്ട്. The leaves and flowers float on water surface. Then next one elongated stem ആണ്. Next one leaves have waxy coating, so water does not stick to the leaves. വാട്ടർ അതിൽ ലീവ്സിൽ പറ്റി പിടിക്കില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? അതിന് ലീവ്സ് ഹാവ് വാക്സി കോട്ടിങ്, ഒരു മെഴുക് പോലുള്ള ഒരു ആവരണം ഉള്ളതുകൊണ്ട്, കോട്ടിങ് ഉള്ളത് കൊണ്ട് ലീവ്സിൽ വെള്ളം പറ്റി പിടിക്കില്ല. സോ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? വാട്ടർ പ്ലാന്റ്സ്. വാട്ടർ പ്ലാന്റ്സിലുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ലോട്ടസ് ഉണ്ട്, വാട്ടർ ലില്ലി ഉണ്ട്, അസോള
കണ്ടിട്ടില്ലേ? അസോളയുണ്ട്, കുലവാഴ എന്നൊക്കെ പറയും. പിന്നെ കുലവാഴയുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ മൂസ്, നീർവാഴ, ബ്ലാക്ക് ആൽഗി, ഇത്തരത്തിലുള്ള സസ്യങ്ങളാണ് വാട്ടർ പ്ലാന്റ്സിന് ഉദാഹരണങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? പല കാറ്റഗറീസിലുള്ള പ്ലാന്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, അതുപോലെ ട്രീസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? വൈൻ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഇത് പഠിച്ചിട്ട് വരണം. അപ്പോഴാണ് അടുത്ത ടോപ്പിക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ചെറുക്കോടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.